ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുന അശോകൻ നായകനെ അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ഇന്ന് ജനുവരി 22 വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ചത്ത പച്ച. റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത്, മമ്മൂട്ടി എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമ പോസിറ്റീവ് അഭിപ്രായം നേടിയതോടെ ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 5000, 6000, 7000 ടിക്കറ്റുകൾ വരെ ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിക്കപ്പെട്ടിരുന്നു. നിലവിൽ ഈ സിനിമയ്ക്ക് വേണ്ടി കേരളത്തിൽ 50ഓളം സ്ക്രീനുകളാണ് അധികമായി ചാർട്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പ്രീസെയിലൂടെ കേരളത്തിൽ 1.5 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് പ്രീസെയിലായി ആദ്യ ദിവസം 2 കോടിക്ക് മുകളിൽ നേടിയെടുത്തിരുന്നു. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 3-3.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ ഓപ്പണിംഗ് വേൾഡ് വൈഡ് കളക്ഷൻ 6 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ മലയാള സിനിമ ബേബി ഗേൾ നാളെ ജനുവരി 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുകയാണ്. ഗരുഡൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ അരുൺ വർമ്മയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമയിൽ ലിജോ മോൾ ജോസ്, അഭിമന്യു തിലകൻ, സംഗീത് പ്രതാപ്, ജാഫർ ഇടുക്കി, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 24,19,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് പ്രീസെയിലായി 36 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര മെച്ചപ്പെട്ട പ്രീസെയിലല്ല ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം ലഭിച്ചിട്ടുള്ളത്. അതേസമയം സിനിമയുടെ പ്രിവ്യൂ ഷോയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പോസിറ്റീവ് അഭിപ്രായമാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. നാളെ റെഗുലർ ഷോയ്ക്ക് ശേഷവും മികച്ച അഭിപ്രായം ഈ സിനിമ നേടിയെടുക്കുകയാണെങ്കിൽ സർവമായ എന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന നിവിൻ പോളി ചിത്രത്തിന് ശേഷം മറ്റൊരു സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുക്കുന്ന സിനിമയായി ബേബി ഗേൾ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നാളെ ജനുവരി 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമയാണ് മാജിക് മഷ്റൂം. നാദൃശ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അക്ഷയ, മീനാക്ഷി ദിനേശ്, സിദ്ധാർത്ഥ ഭരതൻ, അജു വർഗീസ്, ജോണി ആന്റണി, അൽത്താഫ് സലീം, ഹരിശ്രീ അശോകൻ, ജാഫർ ഇടുക്കി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. വലിയ പ്രൊമോഷനോ ഹൈപ്പോ ഒന്നും കൂടാതെ തന്നെ തിയേറ്ററിലെത്തുന്ന ഈ സിനിമയ്ക്ക് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ പ്രീസെയിലായി 2,80,000 രൂപ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. നാളെ ജനുവരി 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന ബോളിവുഡ് സിനിമയാണ് ബോർഡർ 2. 1997 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ JP ദത്തയുടെ ബോർഡറിന്റെ രണ്ടാം ഭാഗമാണ് ഈ സിനിമ. അനുരാഗ് സിംഗ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സണ്ണി ഡിയോൾ, വരുൺ ധവാൻ, അഹാൻ ഷെട്ടി, ദിൽജിത്ത് ദോസഞ്ച് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. 150-200 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുമ്പോൾ മണിക്കൂറിൽ 14,000-15,000 ടിക്കറ്റുകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ വെള്ളിയാഴ്ച തമിഴിൽ നിന്നും പ്രധാനമായും 2 സിനിമകൾ തിയേറ്ററിലെത്തുന്നുണ്ട്. നേരത്തെ ജനുവരി 14 റിലീസിംഗ് തീരുമാനിക്കുകയും പിന്നീട് മാറ്റിവെക്കുകയും ചെയ്ത ജോക്കി എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. പ്രഗഫൽ തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ യുവാൻ കൃഷ്ണ, റിതാൻ കൃഷ്ണ, അമ്മു അഭിരാമി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ജി മോഹൻ തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ദ്രൗപദി 2 എന്ന തമിഴ് സിനിമയാണ് നാളത്തെ രണ്ടാമത്തെ റിലീസ്. റിച്ചാർഡ്, ലക്ഷണ ഇന്ദുചൂടൻ, YG മഹേന്ദ്രൻ, വേല രാമമൂർത്തി, ദിനേശ് ലംബ, ഭരണി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. 2020 തിയേറ്ററിലെത്തിയ ദ്രൗപദി എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഈ സിനിമ. നിവിൻ പോളി നായകനെ അഖിൽ സത്യൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സർവമായ എന്ന സിനിമ ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രം 28-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 42 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 75,52,00,000 രൂപയാണ് ആദ്യ 28 ദിവസത്തെ കേരള കളക്ഷൻ. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 30-35 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 29 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 75,85 ലക്ഷം റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 146 കോടി റേഞ്ചിലുമാണ്. അത്യാവശ്യം മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു മലയാള സിനിമയാണ് പെണ്ണ് കേസ്. നിഖില വിമൽ നായകയായി ഫെബിൻ സിത്താർ സംവിധാനം ചെയ്ത ഈ സിനിമ 12-ാം ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 6 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 1,92 ലക്ഷം രൂപയാണ് 12 ദിവസത്തെ കേരള കളക്ഷൻ. 13-ാം ദിവസം എന്ന വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 1,97 ലക്ഷം രൂപയിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 2.5 കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.